നമസ്കാരം. ഞാൻ ഇന്നലെ ഒരു മീൻ മാർക്കറ്റിൽ പോയി. അപ്പം അവിടുന്ന് പഴയ പാട്ടുകളൊക്കെ ഇങ്ങനെ കേട്ടപ്പോൾ പഴയൊരു സംഭവം എനിക്ക് ഓർമ്മ വന്നു. വർഷങ്ങൾക്ക് മുമ്പ്, അതായത് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് തൊട്ട് ഞങ്ങളുടെ ക്ലാസ്സിലൊരു കുട്ടി ഉണ്ടായിരുന്നു. നല്ല സുന്ദരി കുട്ടി. ഞാനൊക്കെ ഇങ്ങനെ ആരാധനയോടുകൂടി നോക്കും. അന്ന് പ്രണയിക്കാനുള്ള പ്രായമൊന്നും ആയിട്ടില്ല. അത് തൊട്ടേ ഇതിനെനിക്കറിയും. അങ്ങനെ ഞങ്ങൾ 7 വരെ ഒപ്പം ഉണ്ടായി. ആ കുട്ടീൻ്റെ വീട്ടിൽ അതിനൊരു ചേച്ചിയുണ്ട്, അതിനും 2 വയസ്സിനൊക്കെ മൂത്തത്. അതും സുന്ദരിയാണ്, പക്ഷേ കുറച്ച് ഉയരം കുറവാണ്, തടിയുണ്ട്. ഇത് നല്ല പാകത്തെ മുഖമൊക്കെ കാണാൻ നല്ലൊരു ഐശ്വര്യമുള്ള മുഖം. പിന്നെ അവർ പഠിച്ച വേറെ സ്കൂളിലാണ്. സാധാരണ ഭംഗിയുള്ള പെൺകുട്ടികൾക്കൊരു അഹങ്കാരം ഉണ്ടായിരുന്നു അന്നത്തെ കാലത്ത്. ഇന്നെന്നൊക്കെ പറഞ്ഞാൽ കാണുന്ന കുട്ടികളൊക്കെ സുന്ദരികളാണ്. പണ്ടങ്ങനെയല്ല. ഒരു സ്കൂളിൽ 1-2 സുന്ദരികളുണ്ടാവുള്ളൂ. ബാക്കിയൊക്കെ പെൺകുട്ടികളെന്നേ പറയാൻ പറ്റുള്ളൂ. സൗന്ദര്യം ഇന്നത്തെ അത്ര അന്നില്ല. ഈ സൗന്ദര്യമുള്ള കുട്ടികൾക്ക് അഹങ്കാരം കൂടും. പക്ഷേ ഇവൾക്ക് അങ്ങനെയൊന്നുമില്ല. എല്ലാവരോടും മിണ്ടും, വളരെ സ്നേഹം. പിന്നെ വർഷങ്ങൾ കാണാണ്ട് നിന്ന് ഞാൻ പിന്നെ ജോലിക്ക് പോയി. പിന്നെ അങ്ങനെ കാണൂല. എന്നാൽ വലിയ ദൂരത്തല്ല ഇവരുടെ വീട്. ഒരു 3 കിലോമീറ്റർ ഡിസ്റ്റൻസില്ല, ഒരേ പഞ്ചായത്ത്. അപ്പം ഇവളുടെ കല്യാണം കഴിഞ്ഞു. ആദ്യമുള്ള ചേച്ചിയുടെ കഴിഞ്ഞു. ചേച്ചിനെ കെട്ടിച്ചത് കുറച്ച് അകലെ. പിന്നെ ഇവൾക്ക് അച്ഛനും അമ്മയും ഉള്ളൂ. ഇവളെ കെട്ടിച്ചിട്ട് ഇവളുടെ ഭർത്താവ് ഇവളുടെ വീട്ടിലാണ്. അയാൾക്ക് അച്ഛനും അമ്മയും മരിച്ച്. വിവരങ്ങളൊക്കെ അറിയാം ഞാൻ. അച്ഛനും അമ്മയും മരിച്ച്. അപ്പോൾ ഈ കെട്ടിയവൻ അവിടെ ഞങ്ങളുടെ നാട്ടിൽ വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു, അവനും അമ്മയും. അവർ വേറെ ജില്ലയിൽ നിന്ന് വന്നതാണ്. അപ്പോൾ ഇവനിങ്ങനെ ദത്ത് നിൽക്കുക പറഞ്ഞ് വീട് അന്യാധീനപ്പെട്ട് പോകണ്ടല്ലോ. ഈ പെണ്ണിനെ കെട്ടി അങ്ങോട്ട് കൊണ്ടായാൽ പിന്നെ ഈ വീട് വിൽക്കേണ്ടി വരും. തറവാട് വീടല്ല. അപ്പോൾ ഇവളുടെ പേരിലാണ് വീട്. അപ്പോൾ ഇങ്ങനെ ഒരു പയ്യനെ കിട്ടിയപ്പോൾ അങ്ങനെ അത് നടത്തി കൊടുത്തതാണ്. അങ്ങനെ അച്ഛനും അമ്മയും മരിച്ചു. പക്ഷേ ഈ കെട്ടിയവൻ ഭയങ്കര വൃത്തികെട്ടവനാണ്. വെള്ളടി, അതേപോലെ ചീട്ടുകളി, ഇല്ലാത്ത ദുശ്ശീലങ്ങളൊന്നുമില്ല. കഞ്ചാവ് വലിക്കും. അപ്പോൾ ഈ പെൺകുട്ടി ഞാനുമായിട്ട് ഒരുമിച്ച് ഹൈസ്കൂളൊന്നും ഒരുമിച്ച് പഠിച്ചതല്ലെങ്കിലും എവിടെന്ന് കണ്ടാലും വ്യക്തിപരമായിട്ടുള്ളൊരു അടുപ്പം എന്നോടുണ്ട്. എന്ന് വെച്ചാൽ അടുത്ത് വന്ന് സംസാരിക്കും. എന്താ അറിയില്ല, നല്ലൊരു സൗഹൃദം ഞങ്ങൾ തമ്മിലുണ്ടായിരുന്നു. അപ്പം ഈ കല്യാണം കഴിഞ്ഞിട്ട് കുറേ ഈ അച്ഛനും അമ്മയും മരണപ്പെട്ടു. ഇതൊക്കെ ഞാൻ അറിയുന്നുണ്ട്. അങ്ങനെ ഈ മീൻ മാർക്കറ്റിൽ ഒരു ദിവസം ഞാൻ മീൻ മേടിക്കാൻ പോയപ്പോഴാണ്. അപ്പം ഇവരുടെ ഭാഗത്ത് നല്ല മീൻ കിട്ടും, അങ്ങനെ പോയതാണ്. ഈ കുട്ടീനെ ഞാൻ കണ്ടു. ഈ കൈൻ്റെ സാരി ബ്ലൗസ് ഉണ്ടല്ലോ, കൈയൊക്കെ ലൂസായിട്ട് എന്നോ അടിച്ച ബ്ലൗസാണ്. ഇവളുടെ മുഖമൊക്കെ കാണണം, ഒരു പേക്കൊലം, പറ്റ ക്ഷീണിച്ച്. എനിക്കിവളെ കണ്ടിട്ട് മനസ്സിലായില്ല. അപ്പം ഇവള് എന്നെ കണ്ടിട്ട് ചിരിച്ച്. അപ്പോഴാണ് ഞാൻ മുഖത്തേക്ക് സൂക്ഷിച്ച് നോക്കുന്നത്. അപ്പോൾ ഞാനാകെ വിഷമിച്ച് ഇവളെ കണ്ടിട്ട്. ഞാൻ അവളെ വിളിച്ച് ഒഴിഞ്ഞ സ്ഥലത്തേക്ക് മാറ്റി നിർത്തി. എന്താ ഇത് ഇങ്ങനത്തെ ഒരു കോലം, എന്താ നിനക്ക് പറ്റി ചോദിച്ച്. അവളുടെ കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം കുടുകുടാ വരുന്നുണ്ട്. അവള് പറഞ്ഞ് എൻ്റെ സ്ഥിതി വളരെ മോശമാണ്, എന്നെ കല്യാണം കഴിച്ചവൻ എന്നെ വല്ലാണ്ട് ഉപദ്രവിക്കും, വെള്ളമടിയും കഞ്ചാവ് വലിയും ചീട്ടുകളിയും. അയാളുടെ അമ്മയും ഇപ്പം എൻ്റെ അടുത്തുണ്ട്. എൻ്റെ അച്ഛനും അമ്മയും മരിച്ചുപോയി. പക്ഷെ അയാളുടെ അമ്മ നല്ല സ്ത്രീയാണ്. അപ്പോൾ എൻ്റെ അച്ഛൻ അതിലേറെ കൂതറായിരുന്നല്ലോ.
ഈ അമ്മ പറഞ്ഞുള്ള അറിവ്. ആ അമ്മയും കുറേ അനുഭവിച്ചിട്ടുണ്ട്. അതൊരു സ്നേഹമുള്ള സ്ത്രീയാണ്. അവരുള്ളതുകൊണ്ടാണ് ഞാൻ പിടിച്ച് നിൽക്കണത്. എനിക്ക് കുട്ടികളായേച്ച് കുട്ടികളായിട്ടില്ല. ഇവള് പറഞ്ഞ് ഞാൻ സ്നേഹം അനുഭവിക്കണ ഒരു നിമിഷം എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടില്ല. ചില ദിവസം വെച്ച ഭക്ഷണം കഴിക്കാൻ പറ്റാണ്ട് ഞാൻ ഉറങ്ങുന്നുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, എന്തിനാണായത് ശവത്തിനൊക്കെ വെച്ചുകൊണ്ട് നിൽക്കണത്? എങ്ങനെയാലും അതിനെ ഒഴിവാക്ക്. അപ്പോൾ ഒഴിവാക്കാനായിട്ട് ഉള്ളൊരു ത്രാണിയില്ല. പിന്നെ ഈ തള്ള ഇവളായിട്ട് നല്ല അറ്റാച്ച്മെൻറ്റുമാണ്. അപ്പോൾ അത് വളരെ വിഷമമായി. അടുത്ത വരവിന് ഞാൻ ഒരു 6 മാസം കഴിഞ്ഞ് വീണ്ടും വരേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഒരു വാർത്ത കേട്ടത്. ഇവനൊരു ആക്സിഡൻറ്റിൽ മരിച്ച്. വെള്ളമടിച്ച് സൈക്കിളുമേ പോവുമായിരുന്നു. അങ്ങനെ അത് ലോറി കൊണ്ടുവന്ന് ഇടിച്ചെന്ന ലോറിമേ പോയി ഇവൻ കയറിയെന്ന ഏതായാലും മരിച്ച്. ആ പെണ്ണ് രക്ഷപ്പെട്ടു. അപ്പോഴും ഈ അമ്മ കൂടെ ഉണ്ട്. അപ്പോൾ അമ്മനെ ഇവൾ ഉപേക്ഷിക്കില്ല. കാരണം ഇവളെ പോലത്തെ ഒരു സാധു സ്ത്രീയാണത്. ചെലവിനും പൈസയിലും ഇവളാകെ ബുദ്ധിമുട്ടിലായിട്ടുണ്ട്. ഞാൻ ഇവളെ കാണാൻ പോയി. ഇതൊക്കെ അറിഞ്ഞപ്പോൾ വളരെ ബുദ്ധിമുട്ടില്ല. അന്ന് തൊട്ട് ഞാൻ ലീവ് കഴിഞ്ഞ് പോയിട്ട് 2.5 വർഷത്തോളം ഇവൾക്ക് ഞാൻ കൃത്യമായിട്ട് മാസത്തിലൊരു സംഖ്യ മണി ഓർഡർ അയക്കാൻ തുടങ്ങി. ഇവൾക്ക് ജീവിക്കണ്ടേ, ഇവൾക്കും അമ്മക്കും. അതായത് ചിലവിന് കൊടുത്ത് 2.5 വർഷത്തിൻ്റെ അടുത്ത്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇടയ്ക്ക് വരും. അപ്പോൾ ഇവൾ എന്നോട് ചെല്ലാൻ പറയും, ഞാൻ ചെല്ലും. അപ്പം അമ്മായിയമ്മ വലിയ മോശമില്ല. ചെറുപ്പത്തിൽ അനുഭവിച്ച ആ കഷ്ടപ്പാടിൻ്റെയൊക്കെ ഒരു ഇതൊക്കെ മുഖത്തുണ്ടെങ്കിലും തടി ഉടഞ്ഞിട്ടൊന്നുമില്ല. അങ്ങനെ ഒരു രാത്രി ഞാൻ അവിടെ പോയി ഇവളുടെ റൂമിൽ പരിപാടി എടുക്കാനൊന്നുമല്ല, ആ റൂമിൽ ഞാനും ഇവളും കൂടി കിടക്കുക. കാരണം ഇവളൊന്ന് ആശ്വസിപ്പിക്കാൻ പോയതാണ്. അപ്പോൾ ഇവളൊന്ന് ചുംബിക്കാൻ വരെ അവൾക്ക് അതിനുള്ളൊരു മൂഡിലല്ല. ഇവൻ്റെ മരണവും അത്ര നാളത്തെ നരക ജീവിതവും പരിപാടി എടുക്കാനുള്ള പോയിട്ടൊരു കിസ് ചെയ്യാനുള്ളൊരു മാനസികാവസ്ഥയിലല്ല. അപ്പം ഞാൻ അവളെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങി, ഒന്നും ചെയ്തില്ല. അങ്ങനെ 2-3 ദിവസം അങ്ങനെ അവളുടെ അടുത്തൊക്കെ പോയി. പിന്നെ ഞാൻ തിരിച്ചു പോയി. അടുത്ത വരവിന് ഞാൻ വന്നപ്പോൾ ഇവള് കുറച്ചും കൂടിയൊക്കെ സ്മാർട്ടായിട്ടുണ്ട്. തടിയൊക്കെ ഒന്ന് ഇതായി, മെൻ്റലി ഒന്ന് റിലാക്സ് ആയിട്ടുണ്ട്. അങ്ങനെ രാത്രി വീട്ടിൽ പോയി. പക്ഷെ അവരുടെ ആ ഭാഗത്ത് കുറച്ച് ആചാരമൊക്കെ ഉണ്ട്. അവിടെ കുറച്ച് ലോക്കൽ സെൻറ്റി ഗുണ്ടകളൊക്കെ ഉണ്ട്. പക്ഷെ എൻ്റെ ഡ്രസ്സൊന്നും അനങ്ങൂല, ഈ കണ്ണടച്ച് നിൽക്കുള്ളൂ. അങ്ങനെ 2ാമത്തെ വരവിന് ഞാൻ ചെന്നപ്പോൾ ഇവള് നല്ല കുളിച്ച് സുന്ദരിയായിട്ട് വീട്ടിലവൾ മുണ്ടും ബ്ലൗസ് ഉപയോഗിക്കൽ തുടങ്ങി. മുണ്ടും അടിപ്പാവട പാൻറ്, അതൊരു ഗ്രാമീണ സുന്ദരി ലുക്കാണ്. അങ്ങനെ ഞാൻ അവളെ പാസ്സാക്കി എന്ന് പറഞ്ഞാൽ അവളെ റിലാക്സ് ചെയ്തെടുക്കുകയാണ്. കാരണം എനിക്ക് അവളെ കിട്ടിയില്ലെങ്കിൽ വേറെ 100 കിട്ടും. പക്ഷെ ഇവളുടെ മൈൻഡൊന്ന് സെറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇവള് റൂമിൽ വന്ന് ഇവൾക്ക് ഫസ്റ്റിലൊന്നും അങ്ങോട്ട് ഇൻവോൾവ് ആകാൻ പറ്റണില്ലെങ്കിലും ഞാനിത് ട്യൂൺ ചെയ്തെടുക്കാൻ ഒരു ഗോൾഡ് മെഡലിസ്റ്റാണ്. അങ്ങനെ അവളെ ഒരു നവവധുവിൻ്റെ സ്റ്റേജിലെത്തിച്ച് ആ രാത്രി നല്ല മഴയും പെയ്ത്. അന്ന് മഴ നല്ലോണം പെയ്തെന്ന് പറയാം. അവളുടെ മനസ്സും കുളിർത്ത്. അതായത് അവൾ എന്നോട് പറഞ്ഞതാണ്, ഒരു നിമിഷം പോലും ഒരു സന്തോഷം എന്താണെന്ന് അവളുടെ മാരീഡ് ലൈഫിൽ അവൾ അറിഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ പറയാം, അതൊക്കെ ഒരു ദുസ്വപ്നം പോലെ കണക്കാക്ക്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല, ആ ഒരു വ്യക്തി നിൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടില്ല എന്ന് കൂട്ട്. അപ്പോഴൊരു ചോദ്യം ബാക്കിയാണ്, ഇവൾക്ക് ജീവിക്കാനൊരു മാർഗം വേണ്ടേ? അപ്പോൾ എൻ്റെ ഒപ്പം ജോലി എടുക്കണ ഒരു സുഹൃത്തുണ്ട്, വൈക്കം വടയാർ എന്ന് പറയുന്ന സ്ഥലത്താണ്. അവൻ്റെ ജ്യേഷ്ഠൻ എറണാകുളം എംപ്ലോയ്മെൻ്റ് എക്സ്ചേഞ്ചിലുണ്ട്.
അന്നൊക്കെ എംപ്ലോയ്മെൻ്റ് എക്സ്ചേഞ്ചിൽ നിന്ന് ഈ പാർട്ട് ടൈം സ്വീപ്പർ നിയമനത്തിന് എംപ്ലോയ്മെൻ്റ് എക്സ്ചേഞ്ച് മുഖേന ജോലി ലഭിച്ചാൽ അതിപ്പോൾ ഏത് ഡിപ്പാർട്ട്മെൻറ്റാണെന്ന് പറയാൻ പറ്റില്ല, ഹെൽത്തോ എഡ്യൂക്കേഷനിലൊക്കെ കിട്ടിയാൽ പിന്നെ ആ ജോലി സ്ഥിരം. അന്ന് ഇന്നത്തെ പോലെ കമ്പ്യൂട്ടറിലൊന്നും ഇതല്ലല്ലോ, സീനിയോറിറ്റിയൊക്കെ ഓവർടേക്ക് ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ അവിടെ പോയി ഇയാളെ കണ്ടിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരു പെൺകുട്ടിയുണ്ട്, വളരെ കഷ്ടം, എങ്ങനെയെങ്കിലും. അപ്പോൾ എംപ്ലോയ്മെൻറ്റിൽ നിന്ന് റെക്കമെൻഡ് ചെയ്യുള്ളൂ. ഒരു വേക്കൻസിക്ക് 10 പേരുടെ ലിസ്റ്റ് എംപ്ലോയ്മെൻറ്റിൽ നിന്ന് ഇവർ അയച്ചു കൊടുക്കും. ഹെൽത്തിലായാലും ഈ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റായാലും ഏത് ഡിപ്പാർട്ട്മെൻറ്റായാലും അതിൽ നിന്ന് ഒരാളെ ഇൻ്റർവ്യൂ ചെയ്തെടുക്കും. അപ്പോൾ ആ ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ പറ്റുമോ? അപ്പോൾ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിലെ രജിസ്ട്രേഷൻ നമ്പറും ഇതൊക്കെ ഇയാൾ ചോദിച്ച് ഇയാൾ ചെയ്തോളാം പറഞ്ഞു. കാരണം ഹെൽത്തിലേക്കൊരു ഇൻ്റർവ്യൂ കാർഡ് വന്നു ഇവൾക്ക്. അപ്പോൾ ഇവർക്ക് സംഭരണമൊന്നും ഇല്ലാത്ത ജാതിയാണ്. ഹെൽത്തിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ ഹെൽത്തിലുള്ള DMO ഓഫീസിലത്തെ ആളെന്നോട് പറഞ്ഞ് റെക്കമെൻഡ് നടക്കൂല, സീനിയോറിറ്റി ഉള്ളവർക്കേ കൊടുക്കുള്ളൂ. കാരണം ഈ VM സുധീരൻ ഹെൽത്ത് മന്ത്രിയായിരുന്നപ്പോൾ യൂത്ത് കോൺഗ്രസ്സുകാരൊക്കെ ഹെൽത്തിൽ കയറി ഇതേപോലെ എംപ്ലോയ്മെൻറ്റിൽ നിന്ന് പൊന്തിക്കും. എന്നിട്ട് നേരെ പോയിട്ട് റെക്കമെൻഡിൽ ജോലിയിൽ കയറും. അങ്ങനെ ആരോ കേസ് കൊടുത്തു ഹൈക്കോടതിയിൽ. അപ്പോൾ അവിടുന്ന് ഒരു നോംസ് ഉണ്ട്, എംപ്ലോയ്മെൻറ്റ് സീനിയോറിറ്റി കൂടുതൽ ആര് ആ ആളെ എടുക്കാവൂ. ഈ ആളെ തീരെ പറ്റില്ലെങ്കിലാണ് അടുത്ത ആളെ പരിഗണിക്കാൻ പറ്റുള്ളൂ. അപ്പോഴും സീനിയോറിറ്റി നോക്കണം. അപ്പോൾ അത് നടക്കില്ല. പിന്നെ വന്നത് വിദ്യാഭ്യാസ വകുപ്പിലാണ്. അതിൽ അന്ന് ഡെപ്യൂട്ടി ഡയറക്ടറെ ഇൻ്റർവ്യൂ ചെയ്യാം. അപ്പോൾ എംപ്ലോയ്മെൻറ്റിൽ നിന്ന് ലിസ്റ്റ് സുഹൃത്തിരയക്കൽ തുടങ്ങി. ഏത് വേക്കൻസി റിപ്പോർട്ടായാലും എംപ്ലോയ്മെൻറ്റിന് ആളെ ചോദിക്കുമ്പോൾ ഈ പെണ്ണിൻ്റെ പേര് അയച്ചു കൊടുക്കും. അങ്ങനെ വിദ്യാഭ്യാസ വകുപ്പിൽ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഡെപ്യൂട്ടി ഡയറക്ടർ ഇൻ്റർവ്യൂ ചെയ്യണ സാറിനെ പോയി കണ്ടു. ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ സർവീസിലുള്ള ആളാണ്, എന്നെ തെറ്റിദ്ധരിക്കരുത്, എൻ്റെ ഒപ്പം പഠിച്ച ഒരാളാണ്, ഇതാണ് അയാളുടെ സിറ്റുവേഷൻ, പറ്റ മോശമാണ്, അച്ഛനും അമ്മയും മരിച്ചു പോയി, ഭർത്താവ് ഭയങ്കര മോശമായിരുന്നു, അയാൾ മരണപ്പെട്ട് ഇപ്പോൾ ഭർത്താവിൻ്റെ അമ്മ ഈ സ്ത്രീ മാത്രം ജീവിക്കുകയാണ്, ജീവിക്കാൻ ഒരു മാർഗമില്ല, കൂലിപ്പണി എടുക്കാനുള്ള ഇതുവരെ പോയിട്ടില്ലാത്തതുകൊണ്ട് കുറച്ച് പണിക്കൊക്കെ പോയിട്ട് കഴിയണില്ല, സാർ എങ്ങനെയെങ്കിലും അതിനൊരു ജോലി കൊടുക്കണം പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞു നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യണം, നിങ്ങൾ വെറുതെ ഇപ്പോൾ ഒരു കാര്യം പറയുമെന്ന് എനിക്ക് തോന്നല്ല, നമ്മൾ തമ്മിൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിലും ഞാൻ ആ കുട്ടീനെ സഹായിക്കാൻ പറഞ്ഞു. ഞാൻ അയാളോട് നന്ദി പറഞ്ഞ് പോന്ന് ആ ഇൻ്റർവ്യൂ കഴിഞ്ഞു. ആ ഇൻ്റർവ്യൂവിൽ ഈ ജില്ലയിൽ എവിടെ കിട്ടിയാലും പോകുക എന്ന് ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇവൾ പോയിക്കോളാം, ഈ ജോലി എന്താണെന്ന് അറിയോ ചോദിച്ച്, അറിയാൻ പറഞ്ഞു. അങ്ങനെ അവൾക്ക് ആ ജോലി കിട്ടി. അതായത് അവൾക്ക് ഒരു സർക്കാർ ജോലി ലഭിച്ചു. അപ്പോൾ പിന്നെ ഇനി ഇവിടെ എപ്പോഴെങ്കിലും പോയി ഞാൻ കളിച്ചിട്ട് കാര്യമില്ലല്ലോ, അവൾക്ക് ലൈഫ് ഇനി ബാക്കി കിടക്കല്ലേ. ഇവൾക്ക് പറ്റിയ ഒരാളെ തിരയിൽ തുടങ്ങി. അങ്ങനെ നല്ലൊരു മനുഷ്യനെ വേറൊരു ജില്ലക്കാരൻ ഇവളെ കല്യാണം കഴിക്കാൻ സന്നദ്ധനായി. കാര്യങ്ങളൊക്കെ തുറന്ന് പറഞ്ഞു. ഞാൻ കളിച്ചത് പറഞ്ഞില്ല കേട്ടോ, അത് ഏത് വിശാല ഹൃദയനും ഉൾക്കൊള്ളാൻ പറ്റില്ല. പക്ഷെ ഞാനവിടെ പരിപാടി സ്റ്റോപ്പ് ചെയ്തു. ഞാൻ അവളൊന്ന് റിലാക്സ് ആക്കി എടുത്തിട്ടുള്ളൂ. അവൻ കല്യാണം കഴിച്ച് കുട്ടികളായി വളരെ ഹാപ്പിയായിട്ട് ജീവിക്കുന്നുണ്ട്. ഞാൻ ഇന്നാൾ കണ്ടവളെ. ബാക്കി പറയട്ടെ, ഈ അമ്മായിയമ്മേൻ്റെ അവിടെ ഒരു വേക്കൻസി ഉണ്ടല്ലോ. അപ്പോൾ ഈ കല്യാണം കഴിച്ചവർ ഞാനായിട്ട് ഭയങ്കര കമ്പനി. അപ്പോൾ ഇടയ്ക്ക് സാധനം അടിക്കും, എന്നുവെച്ചാൽ കുടികളൊന്നുമല്ല. അപ്പോൾ ഞാനവനോട് പറഞ്ഞു അമ്മായിയമ്മ ഞാനായിട്ട് ചെറിയൊരു ഇതുണ്ട്, നീ കണ്ണടക്കണം പറഞ്ഞ്. അതിനെന്താ, അവരും ഭർത്താവില്ലാത്ത സ്ത്രീയല്ലേ, അതൊക്കെ മനുഷ്യ സഹജമല്ലേ, അവരിങ്ങോട്ട് പറയും. അങ്ങനെ ഞാൻ പോയി അമ്മായിമ്മനെ ഇടയ്ക്ക് പാസ്സാക്കും. പക്ഷേ ഇവളുടെ മുഖത്തേക്ക് പിന്നെ ആ ഒരു കണ്ണുകൊണ്ട് ഞാൻ നോക്കിയിട്ടില്ല. കാരണം അവൾ അതിനു വേണ്ടി അനുഭവിച്ച്, അവൾക്ക് റിലാക്സേഷൻ കൊടുത്ത്, ജോലി മേടിച്ച് കൊടുത്ത്,
പിന്നെ അവളുടെ ലൈഫിൽ ഒരു കരടായിട്ട് ഞാൻ നിൽക്കാൻ പാടില്ല. അപ്പം ഞാൻ ഒരു മനുഷ്യനല്ല ഉണ്ടായി മാറും. സുഖമായിട്ട് ജീവിക്കണം. മക്കളൊക്കെ നല്ല നിലയിലെത്തി അവളുടെ ലൈഫിലുണ്ടായ ആ ദുരനുഭവങ്ങളൊക്കെ അവൾ എന്നോ മറന്നു. ഇതാണ് മക്കളെ ലൈഫ്. അടുത്ത വീഡിയോ നാളെ. നമസ്കാരം.